കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, വെജിറ്റബിൾ മോമോ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫില്ലിംഗ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് ചിക്കനോ ഫിഷോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേവിച്ച് ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് അല്പം സ്പൈസി ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അതേപോലെ ഗരം മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫില്ലിംഗ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ഇതേപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ കടയിലൊക്കെ ഇത് മൈദ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. മൈദ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് അല്പം ഫില്ലിംഗ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരേക്കും ഇത് ഡ്രൈ ആകാതിരിക്കാൻ ഇതിന് പുറത്തേക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കുകയാണ്. കുറേ വെജിറ്റബിൾസ് നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ആദ്യം ഞാനിവിടെ വെളുത്തുള്ളി അരിയുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാബേജ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അതേപോലെ തന്നെ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത വെജിറ്റബിൾസ് അനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് അല്പം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ
അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മോമോ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കുഴച്ച് വെച്ചിരുന്ന മാവ് എടുത്ത് നമുക്ക് ചെറിയ ചെറിയ എടുക്കാം. ഇതിലേക്ക് അല്പം പൊടി ഇട്ട് നമ്മൾ ഇതൊന്ന് പൂരിയുടെ സൈസിലൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് സാരിയുടെ ഒക്കെ ഞുറിവെടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഫില്ലിംഗ് എല്ലാം വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ല, അതിന് വേണ്ടി ഞാൻ ഇഡലിത്തട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആ തട്ടിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒന്ന് തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ആ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് ഹാർഡായി പോകും. ഞാനിപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ മോമോ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് സോയാ സോസ് ആണ് ഉപയോഗിച്ചത്. അത് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും രീതിയിലുള്ള മസാലകളോ അല്ലെങ്കിൽ ചില്ലി സോസോ അങ്ങനെ എന്തെങ്കിലും ചേർത്തതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മോമോ ചട്നിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. മോമോ ചട്നിയുടെ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.